നമസ്കാരം. എസ്.എസ്.സി മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കോണ്ടെക്സ്റ്റ് ഡാർക്ക് നെറ്റ് ആണ്. ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചിൻ സോണൽ യൂണിറ്റിൽ ഡാർക്ക് നെറ്റിൽ ഓപ്പറേറ്റ് ചെയ്ത കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തായിരുന്നു. എന്താണ് ഡാർക്ക് നെറ്റ് നമുക്ക് നോക്കാം. ഇതിന്റെ ഡാർക്ക് വെബ് എന്നുകൂടെ പറയും. ഇത് ഇന്റർനെറ്റിന്റെ തന്നെ ഒരു പാർട്ടാണ്. പക്ഷെ ഇതിന് ട്രഡീഷണൽ സെർച്ച് എഞ്ചിൻസ് ആയിട്ടുള്ള ഗൂഗിളോ അല്ലെങ്കിൽ ബ്രൗസേഴ്സ് ആയിട്ടുള്ള ക്രോമോ സഫാരി ഒന്നും വെച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇവര് നോൺ സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഇൻആക്സസിബിൾ ആകുന്നത്. അതായത് ഇവർക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനോ ഗവൺമെന്റ് അതോറിറ്റീസിനോ ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഡാർക്ക് നെറ്റിലെ കണ്ടന്റ് എൻക്രിപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ബ്രൗസേഴ്സ് ആയിട്ടുള്ള ടോർ പോലുള്ള ബ്രൗസേഴ്സ് ഉപയോഗിച്ച് ഇതിന്റെ പേജസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് തിരുപ്പതി വെങ്കടേശ്വര ടെമ്പിൾ. ഇപ്പൊ തിരുമല ദേവസ്ഥാനം എന്ന് പറയുന്നത് ഈ വെങ്കടേശ്വര ടെമ്പിളില് 2023 ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഒരുപാട് വെങ്കടേശ്വര ടെമ്പിളുകൾ കൺസ്ട്രക്ട് ചെയ്തതെന്നും അതിൽ റെക്കോർഡ് നമ്പർ ആണ് ഈ വെങ്കടേശ്വര ടെമ്പിൾ എന്നുമാണ് അവർ പറയുന്നത്. അപ്പോ ഇതൊരു വൈഷ്ണവ ടെമ്പിൾ ആണ്. തിരുമലയുടെ ഹിൽ ടൗൺ ഓഫ് തിരുമലയിലെ ഒരു ഹിൽ ടൗണില് തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് കാണുന്നത്. ഈ ടെമ്പിൾ കുറെ പേരുകളുണ്ട്. തിരുമല ടെമ്പിൾ, തിരുപ്പതി ടെമ്പിൾ, തിരുപ്പതി ബാലാജി ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ടെമ്പിൾ ലോർഡ് ശ്രീ വെങ്കടേശ്വരനാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വിഷ്ണുവിന്റെ തന്നെ ഒരു ഇൻകാർണേഷൻ ആണ്. കലിയുഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തതാണെന്നാണ് വിശ്വസിക്കുന്നത്. വേൾഡിലെ തന്നെ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. ഡൊണേഷന്റെ റിസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം, തിരുപ്പതി ലഡുവിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിരുന്നു. അതൊരു റിനൗണ്ട് സ്വീറ്റ് ആണ് തിരുപ്പതി ലഡു എന്ന് പറയുന്നത്. ഒത്തിരി ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അതിനുണ്ടായിരിക്കും. അതിന് GI ടാഗ് കിട്ടിയായിരുന്നു. നെക്സ്റ്റ് ദ സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. 125 അടി ഉയരമുള്ള ബ്രോൺസ് സ്റ്റാച്യു ഡോക്ടർ BR അംബേദ്കറിന്റെ വിജയവാഡയിൽ ഫ്രൈഡേ ഇനാഗ്രേഷൻ ചെയ്യാണ്. ഇത് പോപ്പുലർലി അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. Next, Wings India 2024 to kick off in Hyderabad on January 18. Wings India 2024 എന്താ നോക്കാം. ഗ്ലോബൽ സ്റ്റാർ എയറോബാറ്റിക് ടീം വിങ്സ് ഇന്ത്യ 2024 ഇന്റർനാഷണൽ എക്സിബിഷന്റെ ഭാഗമായിട്ട് ഒരു മിഡ് എയർ എയറോബാറ്റിക്സ് ഡിസ്പ്ലേ നടത്തുന്നുണ്ട്. ഇത് ബാഗ്ബുമെറ്റ് എയർപോർട്ട് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇതൊരു ബൈനിയൽ ഏവിയേഷൻ ഇവന്റ് ആണ്. ഒരു വർഷത്തിൽ 2 തവണ നടക്കും. വിങ്സ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഹൈദരാബാദ് വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ഒരുപാട് ബിസിനസ് ലീഡേഴ്സും പോളിസി മേക്കേഴ്സും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ ഇവന്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എയർ ട്രാഫിക് ഗ്രോത്ത് 2023 നമുക്ക് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു റെക്കോർഡ് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവന്റ് സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഇതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ലിസൺ ടു യുവർ ഗട്ട്, ഇറ്റ് മേ ബി ടെല്ലിങ് യു സംതിങ് അബൌട്ട് യുവർ ഹാർട്ട്. അപ്പൊ നിങ്ങൾ ഗട്ടില് അതായത് നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. Scientists have published numerous studies on how the environment, diseases and our diet affect the composition of gut microbiome. അപ്പൊ നമ്മുടെ ഗട്ടിനുള്ളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മൈക്രോബ്സ് ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ്, നമുക്ക് ഉണ്ടാകുന്ന ഡിസീസസ്, നമ്മുടെ ഡയറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഗട്ടിലുള്ള മൈക്രോബയോമിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് സയന്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്തായിരുന്നു. പക്ഷേ ഇൻക്രീസിങ് എവിഡൻസ് കിട്ടിയത് നമ്മുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത് ഗട്ട് മൈക്രോബ്സിന്റെ ഡൈവേഴ്സിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ജിയോടോപ്സ്. ജിയോടോപ്പിന്റെ വേറൊരു പേര് ജിയോ ടെക്സ്റ്റൈൽ ട്യൂബ്സ് എന്നാണ്. ഇതൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. റോബസ്റ്റ് അതുപോലെ ഹൈ സ്ട്രെങ്ത് ജിയോ ടെക്സ്റ്റൈൽ ഫിൽഡ് വിത്ത് സോയിൽ, അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ലോക്കൽ സോയിൽ അല്ലെങ്കിൽ സാൻഡ് ഇൻസിറ്റു ആയിട്ട് ഈ പോർട്ടൽസിലൂടെ പമ്പ് ചെയ്തിട്ട് ജിയോ ടെക്സ്റ്റൈൽ ട്യൂബിനകത്തേക്ക് പമ്പ് ചെയ്ത് വിടുന്നു. ഇത് മോണോലിത്തിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് വാട്ടർ കറൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ സീ വാളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് കോസ്റ്റ് ലൈനിന്റെ പാരലൽ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഓൺ കമ്മിങ് ആയിട്ടുള്ള വേവ്സിന്റെ ഹൈ ടൈഡ് സമയത്തൊക്കെ അതുപോലെ ഷോറിന്റെ ഇറോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിങ് 2022.
അപ്പോൾ സ്റ്റേറ്റിന്റെ സ്റ്റാർട്ടപ്പ് റാങ്കിങ് വന്നിട്ടുണ്ട്. ഇയർലി കപ്പാസിറ്റി, അതായത് ഇയർലി കപ്പാസിറ്റി ബിൽഡിംഗ് എക്സസൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഇത് 2018 ലോഞ്ച് ചെയ്തത്. It evaluates all of India's states and union territories on their effort to build an ecosystem conducive in startup growth. Startup growthല് അവരുടെ ഓരോ എക്കോസിസ്റ്റം ബിൽഡപ്പ് ചെയ്യാനുള്ള അവരുടെ ഇഫേർട്ടിന് എല്ലാ സ്റ്റേറ്റിലും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ OIC. ഓർഗനൈസേഷൻ ഓഫ് വാസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് റാബത്ത് കിങ്ഡം ഓഫ് മൊറോക്കോയിൽ നടന്ന ഒരു ഹിസ്റ്റോറിക് സബ്മിറ്റിലാണ് 1969. ഫോർമർലി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് എന്നായിരുന്നു അതിന്റെ പേര്. ഇപ്പോഴാണ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്നാക്കി മാറ്റിയത്. സെക്കൻഡ് ലാർജസ്റ്റ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് യുണൈറ്റഡ് നേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് ഓർത്ത് വെക്കേണ്ടതാണ്. UN കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് OIC. സോ ഇതിന്റെ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ജദയിലാണ്, സൗദി അറേബ്യ. ഇതിൽ 57 സ്റ്റേറ്റുകളാണ് ഇതിൽ മെമ്പർഷിപ്പ് ഉള്ളത്. 4 കോണ്ടിനെന്റ്സ് ആയിട്ട് സ്പ്രെഡ് ഓവർ ഇതാണ് ഇത് കിടക്കുന്നത്. ഇന്ത്യ ഇതിലൊരു മെമ്പർ അല്ല. നെക്സ്റ്റ്, നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ്, NEDL എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് 2019 NEDL ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തത്. ഇത് വേരിയസ് ലെവലിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്, അതായത് വില്ലേജ് ലെവല്, സബ് ഹെൽത്ത് സെന്റേഴ്സിൽ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള മോസ്റ്റ് ബേസിക് ടെസ്റ്റിന്റെ ലിസ്റ്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് കമ്പയർ ചെയ്യുന്ന ആദ്യത്തെ കൺട്രിയാണ്. അതായത് ഹെൽത്ത് കെയർ സർവീസസിന്റെ ഡെലിവറി കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. സോ താങ്ക് യു. ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.